ഡിഫറെന്റ് ഫീല് വേണം എന്നുണ്ടായിരുന്നു എപ്പോഴും. പക്ഷെ ആ ഡിഫറെന്റ് ഫീൽ എന്ന് പറയുമ്പോൾ അതൊരു ബോൾഡ് അങ്ങനത്തെ ഒരു ഫീൽഡ് എന്നല്ല, ഒരു പ്ലസന്റ് ഫീൽ. ഞങ്ങൾക്ക് സിമ്പിൾ ആൻഡ് പ്ലസന്റ് ഫീൽ വേണം എന്നുള്ളത്, അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരേ സ്വരച്ചേർച്ച ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ. ആക്ച്വലി വീട് പണിയുന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടില്ല. ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഫ്രെയിമുകളുണ്ട്. ഒന്ന് അച്ഛനും അമ്മയും ഞാൻ ആദ്യം വന്നപ്പോൾ യാദൃശ്ചികമായിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് കണ്ടത്, അവിടെ നിന്ന് വർത്താനം പറയുന്നത് കണ്ടത്. ആ ഫ്രെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നേരെ പിന്നെ അങ്ങോട്ട് പോയിക്കൊണ്ട് ലിവിങ് സ്പേസ് ഇരുന്ന് 2 ആൽബം നോക്കും. അവർ രണ്ടുപേരും ഒരുമിച്ച് നല്ലൊരു കെമിസ്ട്രി. അവരങ്ങനെ തന്നെയാണോ? റൊമാൻറ്റിക് കപ്പിളാ? ഒരു സ്പെഷ്യൽ റൂമുണ്ട്, ഇവരുടെ എന്റർടൈൻമെന്റ് റൂം അല്ലെങ്കിൽ മ്യൂസിക് റൂം എന്നൊക്കെ പറയുന്ന ഒരു റൂമുണ്ട്. പുതിയൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിൻ, നമ്മളുള്ളത് എറണാകുളത്താണ്. എറണാകുളം ഏരൂര് ഒരു അടിപൊളി വീടെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു വീട് സ്റ്റൈലിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഇത് കൊള്ളാലോ എന്ന രീതിയിൽ നമ്മൾ നോക്കി പോകുന്ന ഒരു സൂപ്പർ വീടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ബിനിരാജ് അനില ദമ്പതികളുടെ വീടാണ്. 2 പേർക്കും നമസ്കാരം. എത്ര നാളായി നിങ്ങളുടെ ഈ വീട് പണിത് കഴിഞ്ഞിട്ട്? 7 മാസത്തോളം. ആരൊക്കെയാണ് ഈ വീട്ടിൽ താമസം? ഹസ്ബൻഡ്, ഞാൻ, അനില വൈഫ്, പിന്നെ ഹസ്ബൻഡ് അച്ഛനും അമ്മയും, ഞാൻ ഒരു മോനേ ഉള്ളൂ അല്ലേ? 5 പേർക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. അതായത് 6 സെന്റിലാണ് ഈ വീടുള്ളൂ. 6 സെന്റിൽ ഏകദേശം 2250 സ്ക്വയർ ഫീറ്റോളം വിസ്തീർണത്തിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. 3 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഒരു 2 സ്റ്റോറി വീടാണ്. അതായത് കാണുമ്പോൾ തന്നെ ഇത് കൊള്ളാലോ, ഇതൊരു വെറൈറ്റി ഡിസൈൻ ആണല്ലോ, ഷാർപ്പ് എഡ്ജുകളൊന്നും ഇല്ലാത്ത സുന്ദരമായിട്ടുള്ളൊരു വീട്. ഡിഫറെന്റ് ഫീല് വേണം എന്നുണ്ടായിരുന്നു എപ്പോഴും. പക്ഷെ ആ ഡിഫറെന്റ് ഫീൽ എന്ന് പറയുമ്പോൾ അതൊരു ബോൾഡ് അങ്ങനത്തെ ഒരു ഫീൽഡ് എന്നല്ല, ഒരു പ്ലസന്റ് ഫീൽ. ഞങ്ങൾക്ക് സിമ്പിൾ ആൻഡ് പ്ലസന്റ് ഫീൽ വേണം എന്നുള്ളത്, അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരേ സ്വരച്ചേർച്ച ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ. അതിന് മാത്രം ഇല്ല, അതിൽ ഞങ്ങൾക്ക് ഒരു ഈ ആക്ച്വലി വീട് പണിയുന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരേ എല്ലാ താല്പര്യങ്ങളും ഏതാണ്ട് സിമിലർ ആയിരുന്നു. ഈവൻ ഇതിന്റെ ഒരു കളർ ടോൺ ആണെങ്കിലും ഇതിൽ എന്ത് ചെയ്യുന്ന അതിന് ഞങ്ങൾക്ക് ഏതാണ്ട് ഒരേ ഇഷ്ടങ്ങളായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഒരേ മൈൻഡ് സെറ്റ് ആയിരുന്നു. ഒരേ മൈൻഡ് സെറ്റ് ഉള്ളവർ തമ്മിൽ അടിയൊന്നും ഉണ്ടാവില്ല അല്ല ഈ കാര്യത്തിൽ. ആക്ച്വലി ഞങ്ങള് കൂടുതലൊരു ഫീല് കൊടുക്കുന്നത് വൈറ്റിനാണ്. വൈറ്റ് വരുമ്പോ തന്നെ നമുക്കുള്ളിൽ ഒരു പ്ലസന്റ് ഫീല് വരുന്നോണ്ടാവാം ഞങ്ങൾ അതിലോട്ടാണ് കൂടുതൽ. ഡാർക്ക് മൈൻഡഡ് ഉള്ള ആളുകളല്ല. ഈവൻ ഞങ്ങൾ ഈ ഫസ്റ്റ് സിറ്റ് ഔട്ടിൽ വരുന്ന ടൈലാണെങ്കിൽ കൂടെ ഞങ്ങൾ ആ ഒരു വൈറ്റ് ആ കേർവ് വന്നപ്പോ അത് ഇവര് ഡിസൈൻ ചെയ്ത് തന്നപ്പോ അപ്പോഴേ ഞങ്ങള് ഓക്കെ ഇതിങ്ങനെ തന്നെ മതി എന്ന് നമ്മൾ തീരുമാനിച്ചു. ഇത് കണ്ടപ്പോ തന്നെ ഈ വൈറ്റിന് ഇങ്ങനെ ഒരു കേർവ് കണ്ടപ്പോ അതാണ് ആദ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഈ ഒരു സീ പോലെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സിറ്റ് ഔട്ട് സ്പേസ് ഇങ്ങനെ കാൻഡിലിവേർഡ് ആയിട്ടാണ് നിൽക്കുന്നത്, ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ? അത് കാണുമ്പോൾ രസമാണ്. പഴയ റേഡിയോന്റെ ഒക്കെ ഒരു അതുപോലെ നിൽക്കുന്നത്. ആകെപ്പാടെ ഡാർക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗമാണ്. അതാണ് ക്ലാഡിങ് സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത്. ക്ലാഡിങ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കയറി സിറ്റ് ഔട്ട് സ്പേസിന്റെ അവിടെയുള്ള വാൾ. ചെടികളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണെന്ന് തോന്നുന്നു. ചെടികൾ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ മാഡിന്റെ ഒരു ഇൻവോൾവ്മെന്റ് വന്നപ്പം അവരതിനകത്ത് കുറെ കൂടെ ഒരു എലഗൻസ് നൽകി ആ ചെടികൾ വെച്ചതിന്. അവര് നന്നായിട്ട് പ്ലേസ് ചെയ്തു. അത് ഈ ടീമിന് നന്നായിട്ട് ചേരുന്നു. നമ്മൾ ലാൻഡ്സ്കേപ്പിലോട്ട് കയറുവാണെങ്കിൽ കുറച്ച് ഒരു പേൾ ഗ്രാസ് ഒക്കെ വെച്ചിട്ടാണ് സ്റ്റോൺ. അപ്പൊ നമുക്ക് വണ്ടി കയറാനുള്ള കുഴപ്പമില്ലാത്ത രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ചുറ്റും കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു വീട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവരുടെ ലിവിംഗ് സ്പേസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു കോമൺ ലിവിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതില് നമുക്ക് വലിയ സെറ്റുകളൊന്നും ഇടാൻ പറ്റാത്ത ഒരു സിമ്പിൾ ഇത് മതി. ഡബിൾ ഹൈറ്റ് കൊടുത്തു. നമുക്ക് ഉണ്ടായിരുന്ന ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഹൈറ്റ്. നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡബിൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ പുറത്ത് കിട്ടിയിട്ടുള്ള ആർച്ച് ഷേപ്പിൽ 2 വലിയ വിൻഡോസ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്യാപ്സൂൾ പോലെ ഒരു ക്യാപ്സൂൾ. അതെ, ഒരു ക്യാപ്സൂൾ. നമ്മളങ്ങനെ കയറി വരുമ്പോൾ ഇവിടെയും ഒരു ആർച്ച് ഷേപ്പിൽ തന്നെയാണ് നമ്മുടെ വാതിൽ വന്നിരിക്കുന്നത്. അവിടെ ഒരു പാർട്ടീഷൻ കൊടുത്ത് നേരെ വരുന്ന സ്റ്റെയറാണ്. ഉടനെ തന്നെ സ്റ്റെയർ ആണ്, ഇമ്മീഡിയറ്റ് സ്റ്റെയർ ആണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് അധികം വിസിബിലിറ്റി കിട്ടാത്ത രീതിയിലാണ് നിങ്ങൾ ആ പ്രൈവസി കീപ്പ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു റാറ്റൻ ഒരു മെഷ് അത് വെച്ചിരിക്കുന്നതും ആ ഒരു ഫീലിന് വേണ്ടിയിട്ടാണ്. അത് ആക്ച്വലി നമ്മുടെ തീമുമായിട്ട്
ഒരു മാച്ചായി പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു പാർട്ടീഷൻ അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ അത് ഇപ്പം സ്റ്റെയർ വരുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രൈവസി വരുമല്ലോ. സ്റ്റെയർ കഴിഞ്ഞിട്ട് എന്താണെന്ന് ചോദിക്കും, ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ പൂജാമുറിയാണ്. അത് വലിയ ഇമ്പോർട്ടൻസോട് കൂടി പ്രാധാന്യം നഷ്ടപ്പെടാതെ കൊടുക്കുന്നത്. ഞങ്ങളൊരു സ്പെഷ്യൽ ഫീല് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ റിലീഫിംഗ് ഏരിയ ആണ്. സോ അത് ചില പ്രാധാന്യത്തോടു കൂടി വേറൊരു മൂലയ്ക്ക് ഒതുക്കാതെ അതൊരു ഏകദേശം ഒരു ബെഡ്റൂമിന്റെ സ്പേസ് തന്നെ എടുത്ത് പൂജാമുറി ചെയ്യുമ്പോൾ ആക്ച്വലി എല്ലാവരും ക്ലോസ്ഡ് ആകണം, ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇതായിരുന്നു ഇഷ്ടം, ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഒരു അഭിപ്രായമായിരുന്നു ഞങ്ങൾക്ക്. അവിടെയുണ്ട് ആർച്ചിന്റെ ഒരു കണ്ടിന്യൂറ്റി അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അവർ ഡിസൈൻ ചെയ്ത് തന്നു. ഇവിടെ നമുക്കൊരു വ്യത്യാസം കൊടുക്കാം. അങ്ങനെ നമ്മൾ മൊറോക്കൻ ആ ടൈലിലോട്ടൊന്ന് അതും നമ്മള് അതും ഇങ്ങനെ ഒരു ബോൾഡ് ഡിസൈനിലോട്ട് പോകണ്ടെന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഭാഗ്യത്തിന് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കിട്ടി. ഒരു മൊറോക്കൻ ഫിനിഷിലുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത്. ക്രോസ് വെന്റിലേഷൻ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഈ വരുന്ന പാച്ചുകളൊക്കെ വീടിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് അല്ലേ. ഇപ്പൊ നമ്മൾ താഴോട്ട് നോക്കിയാൽ തന്നെ അവിടെ പാച്ചുകൾ കൃത്യമായിട്ട്, അതിപ്പോൾ പ്ലാന്റ്സിൻ്റെ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ഗ്രില്ലാണെങ്കിലും വിൻഡോ ആണെങ്കിലും ആ ഒരു ഡ്രോയിങ് കറക്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്. ഫാമിലി ലിവിങ് സ്പേസിലേക്ക് തിരിയാണ്. എല്ലാ തീമും സോഫ എല്ലാം സെയിം സിമ്പിൾ ഫീലാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അങ്ങനെ മതിയെന്ന്. ഇപ്പോൾ ഒരു ടി വി കൺസോൾ യൂണിറ്റ് അവിടെ വന്നിരിക്കുന്നു. അതിന്റെ ബാക്കിൽ ഒരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. റാക്കുകളൊക്കെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. സിമ്പിൾ ആ ഡിസൈൻ രസമായിട്ട് വന്നിട്ടുണ്ട്. ഒപ്പം ഈ ക്രോസ് വെന്റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ രണ്ട് അല്ലേ ആ പൂജാ സ്പേസിന്റെയും ഇവിടെ ഇത് തുറന്നിടാം അല്ലേ. ഇത് രണ്ടും ഓപ്പണബിൾ ആണ്. ചുറ്റും കലാത്തിയ പ്ലാന്റ്സ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, മനോഹരം. അകത്തൊക്കെ ഇഷ്ടം പോലെ ഇൻഡോർ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. നോക്കി വീടിന്റെ ആൽബം ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഈ വീടിന്റെ ആൽബം ആണ് കേട്ടോ, ഇതുണ്ടോ, നല്ല ഓർമ്മകളാണ്. എത്ര നാളായപ്പോ നിങ്ങൾ താമസം തുടങ്ങിയിട്ട് ഇവിടെ? 7 മാസം. ഓ അടിപൊളി. അപ്പം ആദ്യത്തെ ബെഡ്റൂമിലൂടെ കയറി വരുമ്പോൾ തന്നെയാണ് നമ്മുടെ വാർഡ്രോബ് സ്പേസ്, വാക്കിംഗ് വാർഡ്രോബ് ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. അവിടെ ഉണ്ട് ആ ആർച്ച് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് വാഷ്റൂം വന്നിരിക്കുന്നത്, അറ്റാച്ച്ഡ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്ന് ഫ്ലോറും അതാ കണ്ടോ, ഈ ആർച്ചിലാണ് വീട് വരുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് വന്നിരിക്കുന്നു, മനോഹരമായിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും വേണ്ടി പണിത സിമ്പിൾ ആയിട്ടുള്ള ബെഡ്റൂം. സാരിഗമ കറവ എന്നൊക്കെ പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും വേണ്ടി. ഓക്കെ, ഇപ്പൊ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ കണ്ട വേറെ കാര്യം, ഒരു കോർണർ വിൻഡോ അല്ലേ. കോർണർ വിൻഡോ എന്ന് പറയുന്നത് ഇതൊക്കെ തുറന്നാൽ നമുക്ക് നേരെ കാണുന്നത് പുറത്തോട്ടാണ്. പുറത്തോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റ് ഔട്ട് സ്പേസും മുറ്റവും ഒക്കെ കാണാൻ പറ്റും. കോട്ട് സ്പേസ് മനോഹരമായിട്ടുണ്ട്. കളർ ടോൺ വളരെ ലളിതമായിട്ട് വന്നിരിക്കുന്നു. ഒപ്പം ഒരു സ്റ്റഡി സ്പേസ് അല്ലെങ്കിൽ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അവിടെയും വന്നിട്ടുണ്ട്. വാർഡ്രോബ്, സ്റ്റോറേജ് യൂണിറ്റ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ 1ാം ഭാഗം കഴിഞ്ഞ് 2ാം ഭാഗത്തിലേക്ക് വരികയാണ്. അത് നമ്മുടെ ഫാമിലി ഏരിയ. ഫാമിലി ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസും നമ്മുടെ കിച്ചൺ ഒക്കെ ആയിട്ട് വരുന്ന ഏരിയയിലോട്ട് വരികയാണ്. അവിടേക്ക് ചെറിയ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഡുവർ സ്പാൻഡിങ് എല്ലാം കൊടുത്തിട്ട് അവിടേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു കണക്ഷൻ കിട്ടും, പ്രൈവസിയും കൂടി കീപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു അല്ലേ, നമ്മുടെ ഡൈനിങ് സെപ്പറേറ്റ് ആയിരിക്കണം. നമുക്ക് ആക്ച്വലി കുറച്ച് ഓപ്പൺ സ്പേസ് വേണമെന്നായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു ഫാമിലി ലിവിങ് വേണം, സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫാമിലി ലിവിങ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരത് അങ്ങനെ ചെയ്തു തന്നു. പക്ഷെ അപ്പം ഇതൊരു ഹാള് പോലെ ആയതുകൊണ്ട് അതിനൊരു ചെറിയൊരു പാർട്ടീഷൻ ഇങ്ങനെ കൊടുത്തു. ഭംഗിയായിട്ടുണ്ടത്. പെയിന്റഡ് ആണ്. ഓ അത് ശരി, ഫുൾ മെറ്റലാണ്. കണ്ടാ വുഡൻ ആണെന്ന് തോന്നുള്ളൂ കേട്ടോ. അതിനകത്തൊക്കെ ലൈറ്റൊക്കെ വരുന്ന കാണാൻ നല്ല രസമാണ്. ഇവിടെ പ്ലാന്റ് വന്നപ്പോൾ ആ ഏരിയ മാറി. ഹാൻഡ് വാഷ് ഏരിയ ഇവിടെ വന്നിരിക്കുന്നു. നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വന്നിരിക്കുന്നത്. ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഫ്രെയിമുകളുണ്ട്. ഒന്ന് അച്ഛനും അമ്മയും ഞാൻ ആദ്യം വന്നപ്പോൾ യാദൃശ്യമായിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് കണ്ടത്. അവിടെ നിന്ന് വർത്താനം പറയുന്നത് കണ്ടത്. ആ ഫ്രെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നേരെ പിന്നെ അങ്ങോട്ട് പോയിക്കൊണ്ട് ലിവിങ് സ്പേസ് ഇട്ട് 2 ആൽബം നോക്കും. അവർ രണ്ടുപേരും ഒരുമിച്ച് നല്ലൊരു കെമിസ്ട്രി. അവരങ്ങനെ തന്നെയാണോ? റൊമാൻറ്റിക് കപ്പിളാ? അമ്മയ്ക്കാണ് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടത്. അച്ഛന്റെ പേരെന്താണ്? ശശാങ്കൻ. അമ്മയുടെ പേര് ഷൈല. അപ്പൊ അമ്മയ്ക്കാണ് ഈ വീട് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അമ്മയുടേതായിട്ടുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടോ ഈ വീട്ടില്? ഇങ്ങനെ വരച്ച് തന്നപ്പോ ആക്ച്വലി ഇവര് ആദ്യം നമ്മള് അഭിപ്രായം എല്ലാവരോടും ചോദിക്കുമല്ലോ,
അങ്ങനെ ചോദിച്ചപ്പോ അമ്മക്ക് ഇത് മതി ഇനി മാറ്റണ്ട, ഇത് മതി. അമ്മ പറഞ്ഞു ഇത് മതി ഇനി മാറ്റണ്ട. അമ്മ കുറച്ചുകൂടെ മോഡേൺ ആയിട്ട് ചിന്തിക്കുന്നതാണോ അല്ലേ? ആണോ? ഇഷ്ടപ്പെട്ടു, പെട്ടെന്ന് കണ്ടത് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അച്ഛൻ എന്താ അഭിപ്രായം പറഞ്ഞു? ഈ സ്ഥലം ഒന്ന് നോക്കണം. ഞാൻ ആദ്യമായിട്ട് ഒന്ന് നോക്കണേ, അവരുടെ വന്ന് നോക്കണം. എനിക്ക് സ്ഥലമാണ് ആദ്യം ഇഷ്ടപ്പെട്ടത്. കാര്യം ആ ഒരു കാമൻ ക്വയറ്റ് അന്തരീക്ഷമാണ്. നഗരമാണോ വെച്ചാൽ നഗരമാണോ? അല്ല, വലിയ ദൂരമൊന്നുമില്ല. ഇവിടെ നല്ല ഡെവലപ്ഡ് ഏരിയയാണ്. ഇവിടെ നമ്മളിത് കംപ്ലീറ്റ് ഇങ്ങനെ ഗ്ലാസ് വെച്ച കാരണം അതൊരു പ്രത്യേക ഭംഗിയാണത്. കാണാനും ഭംഗിയാണ്. അങ്ങനെ കോമൺ അല്ല അത്. നല്ല വെളിച്ചമൊക്കെ വീടിൻ്റെ നല്ല ഫുൾ ഫ്രണ്ട് നമ്മുടെ മറ്റേ റൂമിലൊക്കെ ഡേ ലൈറ്റാണ് കംപ്ലീറ്റ്. പിന്നെ കിച്ചൺ ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പം ഞങ്ങളിവിടെ അടുത്ത് കണ്ട ഇതൊക്കെ വളരെ ചെറിയ കിച്ചണാണ്, കൺജസ്റ്റഡാണ്. ഞങ്ങളുടെ ആ പഴയ വീട്ടിലുള്ള അതേ അളവിലാണ് ഈ കിച്ചൺ പണിതേക്കുന്നത്. ഇത്ര വേണമെന്നുള്ള ഞങ്ങൾക്ക് നിർബന്ധം. കിച്ചൺ വലുതായിരിക്കണം. സൗകര്യമുണ്ട് ഇപ്പോൾ. സൗകര്യമുണ്ട്. അച്ഛൻ കിച്ചണിൽ ഉണ്ടാവാറുണ്ടോ മിക്കവാറും? പിന്നെ ഞാൻ ഇതിന് പോയി കഴിഞ്ഞാൽ ഞാൻ അസിസ്റ്റന്റ് അല്ലേ, അസിസ്റ്റന്റ് ആണോ കിച്ചൺ? പിന്നെ ഹെൽപ്പ് ചെയ്യാൻ മറ്റുള്ള ഞങ്ങളുടെ മാത്രം ഉണ്ടാവാറില്ല. ഒന്നുമില്ല, മറ്റുള്ള കാര്യങ്ങളൊക്കെ. എന്നാലും ഒരു മെന്റൽ സപ്പോർട്ട് ഒക്കെ ആയിട്ട് അവിടെ ഉണ്ടാവും. അച്ഛനും കൂടെ ഉണ്ടാവും. ആ, കൊള്ളാം. അവരുടെ ഒരു കഥ ഈ വീട്ടിലുണ്ട്. എനിക്ക് തോന്നി ആദ്യമേ ഒറ്റ ഫ്രെയിമിൽ തന്നെ തോന്നി. അതുപോലെ തന്നെ സാധാരണ ഇത്തരം സാരിയൊക്കെ കൊടുത്ത നാടൻ അമ്മമാരെ പഴയ തറവാടുകളിലൊക്കെ മലയാളികൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇത്ര ഒരു മോഡേൺ വീട്ടിലേക്ക് പറിച്ചു വന്നത് പഴയ തറവാട്ടിൽ നിന്നാണ്. ആ, അതെ. ഈ ഡൈനിങ് സ്പേസിന് ചുറ്റും അങ്ങനെ ചുവരുകളൊന്നുമില്ല. ഇത് മൊത്തം ഗ്ലാസ് ആണ്. നമുക്ക് പുറത്തേക്ക് എതിരെ വേണമെങ്കിൽ ഇറങ്ങി പോകാവുന്ന രീതിയിൽ ഒക്കെയാണ്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ ഏരിയ മൊത്തം വന്നിരിക്കുന്നത്. എപ്പോ വേണമെങ്കിലും ഈ വീടിന്റെ മൂഡ് മാറാം. കാട്ടം വെച്ച് ക്ലോസ് ചെയ്താൽ ഒരു മൂഡ്, തുറന്നിട്ട് വേറൊരു മൂഡ്. അപ്പം ഇവിടേക്ക് വരുമ്പോൾ ഒരു ക്രോക്കറി ഷെൽഫ് വന്നിരിക്കുന്നു. അതേ തീമിൽ തന്നെ, അതേ സെയിം ആർച്ച്. ഇങ്ങനെ തീമാറ്റിക് ആയിട്ട് വീട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു യൂണിറ്റി ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ താഴത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി. സ്റ്റെയർ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതിന് സെൻട്രലിലൂടെ ഇങ്ങനെ കയറി വരുമ്പോൾ അതൊരു ഹൈലൈറ്റ് പാർട്ടായിട്ട് വന്നിരിക്കുക. വീടിന്റെ ഹാങ്ങിങ് ലൈറ്റുകൾ വീടിന് ഭംഗി കൂട്ടുന്നു. ഡബിൾ സ്പേസ് ഇങ്ങനെ കുറെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. 2 സ്ഥലത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്നൊരു വിസ്താരം ഫീൽ ചെയ്യുന്നുണ്ട്. മുകളിൽ സൈക്കിളൊക്കെ ഇരിക്കുന്നത് പഞ്ചറല്ലേ? ഓക്കെ ഓക്കെ. റീഡിംഗ് സ്പേസ് എന്നുള്ള രീതിയിൽ നമ്മൾ വെച്ചിരുന്നതാണ്. റീഡിംഗ് സ്പേസ്, പിന്നെ സിസ്റ്റവും യൂസ് ചെയ്യാനും എല്ലാത്തിനായിട്ട് ഒരു സിമ്പിൾ ഇൻബിൽഡ് ആയിട്ടുള്ള റാക്ക്, ബുക്ക് റാക്ക് കൊടുത്തിട്ടുണ്ട്. 2 റൂമുകളാണ്. പിന്നെ ഒരു മ്യൂസിക് റൂം, ഒരു എന്റർടൈൻ റൂം എന്നുള്ള രീതിയിൽ. അതായത് ഇവര് ഡ്രംസ് ഒക്കെ പ്ലേ ചെയ്യാറുണ്ട്, പുള്ളിയും ചെയ്യും മോനും ചെയ്യാറുണ്ട്. അപ്പൊ അതെന്തായാലും നമുക്കൊരു സ്പേസ് വേണം. അന്നാ കണ്ടിട്ടെന്ന് തോന്നുള്ളൂ. മ്യൂസീഷ്യൻസ് ആണോ? കൊള്ളാം. ഈ പാസേജ് ഇങ്ങനെ അങ്ങ് ബാൽക്കണിയിലോട്ട് പോകും. ആ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് താഴേക്ക് നോക്കാം. താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ മെയിൻ നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ലിവിങ് സ്പേസ് ആണ്. ഒരു ഹൈ ആംഗിൾ വ്യൂ ഇവിടുന്ന് കാണാം. അപ്പം ഒരു ഭാഗവും ഒറ്റപ്പെട്ട് കിടക്കുന്നില്ല, എല്ലാ ഭാഗവും ഈക്വലി കണക്റ്റഡ് ആണ്. മുകളിലും താഴെയും ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. നമ്മൾ കണ്ട ആർച്ച് ഡിസൈൻ്റെ പീക്ക് ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് ഇത് പരിസമാപ്തി കുറിക്കുന്നതെന്ന് തോന്നുന്നു. മാക്സിമം ആണ്. നല്ല രസമായിട്ട് ആ പാറ്റേൺ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അവിടെ ലൈറ്റിംഗ് കൊടുത്തപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീല്. ഇവിടെ നമുക്ക് ആക്ച്വലി നമ്മളിവിടെ ഒരു മിനിമൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഓവർ ക്രൗഡഡ് ആയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇതാണ് ഇവിടെ ഉള്ളൊരു ഹൈലൈറ്റ് ഏരിയ എന്ന് പറയാം. ബാക്കി നമുക്ക് കബോർഡ് സ്പേസ് അല്ലേ ഇവിടെ വരുന്നുള്ളൂ. പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളും. ഇവിടെ നമുക്കൊരു ചെറിയൊരു ബാൽക്കണി സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട്. ബെഡ്റൂമിന്റെ ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഒരു കോമൺ ബാൽക്കണി അപ്പുറമുണ്ട്. വാൾസിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ എലമെന്റ് കൊടുത്തിട്ട് ആ ഒരു സിംഗിൾ പാറ്റേൺ എന്നുള്ള ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മകന്റെ ബെഡ്റൂം ആണെന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഒരു ക്രിയേറ്റീവ് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ഇതാ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ വർക്കിംഗ് ടേബിൾ ഒക്കെ ആ കേർവിൽ തന്നെ. പുറകുവശത്തായിട്ടാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ വന്നിരിക്കുന്നത്. അവിടെ തന്നെയാണ് നമ്മുടെ ബാക്കി എല്ലാ സെറ്റപ്പും ചെയ്തിരിക്കുന്നത്. ഇനി വീട്ടില് സ്പെഷ്യൽ ആയിട്ട് റൂം ഉണ്ട് കേട്ടോ. ഇത്ര നേരം ബെഡ്റൂം ഒക്കെ അല്ല, ഒരു സ്പെഷ്യൽ റൂം ഉണ്ട്. ഇവരുടെ എന്റർടൈൻമെന്റ് റൂം അല്ലെങ്കിൽ മ്യൂസിക് റൂം എന്നൊക്കെ പറയുന്ന ഒരു റൂമുണ്ട്. കമോൺ അവരോട് കരിച്ചു. ഡ്രംസ്, ഗിറ്റാർ ഒക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവരതിന്റെ എക്സ്പെർട്ടാന്ന് തോന്നുന്നു അല്ലേ?
അപ്പോൾ ഇതാണ് മനാഫ് ബ്രോ. നമസ്കാരം. ആർക്കിടെക്ട് മനാഫ് അല്ലേ? മാഡ് കൺസെപ്റ്റ്സ്. കുറച്ചെങ്കിലും നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരുപാട് പ്രമുഖരുടെ വീട് ചെയ്തിട്ടുള്ള ആളാണ്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്ലോട്ട് വന്ന് കാണുന്ന സമയത്താണേലും ഇവിടെ ചുറ്റുവട്ടത്ത് അങ്ങനെ മുട്ടി നിറച്ച് വീടുകളില്ല. എന്നാൽ അതിൻ്റെതായ ഒരു ട്രീസിനും കാര്യങ്ങൾക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസും ഉണ്ട്. ഇവിടെ ബാക്കിലാണെങ്കിൽ ചെറിയൊരു തോടുണ്ട്. അങ്ങനെ ഒരു നാച്ചുറൽ എക്കോസിസ്റ്റം ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ക്ലയൻസിനും ഈ ഒരു നേച്ചറും കാര്യങ്ങളൊക്കെ അത് നിർത്തിക്കൊണ്ട് തന്നെ ഒരു വീട് വെക്കണം എന്നുള്ളതായിരുന്നു ഇവിടെ. പിന്നെ മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും ചെടികളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള. പിന്നെ ക്ലയൻസിന് മഴ ആസ്വദിക്കാനുള്ള കുറെ സ്ഥലങ്ങൾ വേണം. അങ്ങനെ പല ഇൻഡയറക്റ്റ് ആയിട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ. ഇപ്പോഴും ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പോഴും മഴയുണ്ട്, ചെറിയൊരു വെയിലും ഉണ്ട്, കുറുക്കന്റെ കല്യാണം എന്ന് പറയണ പോലെ തന്നെ. അപ്പൊ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ക്ലയന്റ് പറഞ്ഞിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡിസൈനിന് അങ്ങനെ പർട്ടിക്കുലർലി ഇങ്ങനെ വേണം എന്നുള്ളൊരു സംഭവം ക്ലയന്റ് പറഞ്ഞിട്ടില്ല. സോ ഡിസൈനിന് കംപ്ലീറ്റ് ഒരു ഡിസൈൻ ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് ആ ഒരു ഫ്രീഡം ഒന്നും കൂടി എക്സ്പ്ലോയിറ്റ് ചെയ്യാം. നമ്മൾക്ക് എപ്പോഴും അങ്ങനെ ഒരു ഫുൾ ക്രിയേറ്റീവ് ഫ്രീഡം തരുന്ന ക്ലയൻസിന് കിട്ടാറില്ല, അത് വളരെ റെയറാണ്. സോ ഇവിടെ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ബ്ലെസ്സിങ് ഉണ്ടായി, നമുക്കൊരു കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു സാധനം ആലോചിച്ച് ചെയ്യാം എന്നോർത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കുറേ കർവ്സും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. യൂഷ്വലി കർവും കാര്യങ്ങളൊക്കെ ഉള്ള വീടുകൾ വേറെയും ആർക്കിടെക്ട്സ് ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ റൂഫിൽ മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഒരു സി ടൈപ്പ് ഫ്ലോർ വരെ നമ്മൾ അങ്ങനെ ഒരു ഷേപ്പിലാക്കി എടുത്ത് കാൻഡിലിവേർഡായിട്ട് നിർത്തി അങ്ങനെയൊക്കെ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവസാനത്തെ ഷോട്ടിൽ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ ഫാമിലി കോറം കംപ്ലീറ്റ് ആയി. മിലൻ രാജ് അല്ലേ? കറക്റ്റ് ഇപ്പൊ വന്ന് കയറിയുള്ളൂ. എന്തായാലും വീഡിയോ കാണിക്കാൻ പറ്റില്ല, സന്തോഷം. നമ്മൾ പറയായിരുന്നു ഇവിടെ ഒരു കലാകാരൻ ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ എന്തായാലും ഇതാണ് ഫാമിലി. ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. മാഡ് കൺസെപ്റ്റ്സ്. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. ചാനൽ ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യട്ടോ. അപ്പോൾ ഫാമിലി മനാഫ് ഒരു ബൈ പറഞ്ഞേരാം. ബൈ.